ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു അനിയൻ്റെ കല്യാണവും അതുപോലെ ഷോൺകുട്ടൻ എന്നും പള്ളിയിൽ പ്രതിനിധിയായിട്ട് പോകുന്നതും പിന്നെ ഒരുപാട് ആഗ്രഹിച്ച ഒരു ബീച്ച് ഫെസ്റ്റിവൽ കൂടാൻ പറ്റിയ ഒരു ദിവസവും കൂടിയായിരുന്നു ഇന്ന്. അങ്ങനെ രാവിലെ തന്നെ കല്യാണത്തിന് പോലുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി അങ്ങനെ കല്യാണത്തിലായി ഇറങ്ങിയാട്ടോ. കല്യാണ സ്ഥലം കുറച്ച് ദൂരെയാട്ടോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ ഈ കാണുന്നത്. ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഒട്ടും മടുപ്പുണ്ടാക്കിയില്ല. അങ്ങനെ യാത്രകളുടെ അവസാനം ഞങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ പ്രദേശം പോലെയല്ല ഈ പള്ളിയിൽ. ഓരോ സ്റ്റെപ്പ് കയറി വേണം പള്ളിയുടെ മുകളിലെത്താൻ. നമുക്ക് നിരപ്പായ പ്രദേശമായതുകൊണ്ട് ആ പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെ വന്നവരൊക്കെ കുറച്ച് പാടുപെട്ടു. പക്ഷെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ ഓടിക്കയറി, അവരുടെ പുറകെ നമ്മൾ ഓടി. അങ്ങനെ സ്റ്റെപ്പ് കയറി ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഇതാ കേട്ടോ ആ പള്ളി. പള്ളിയും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ നടന്ന എല്ലാ ഭാഗങ്ങളും കണ്ടു. സമയം ഒരുപാടൊന്നും ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാൻ സമയമുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറി വന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് തോന്നുന്നു. അമ്മ പറഞ്ഞു ആദ്യം തന്നെ ഞാൻ അകത്ത് കയറിയേക്കട്ടെ, എനിക്ക് കാല് തീരെ വയ്യ. അങ്ങനെ പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പരിപാടിക്കായി ഇറങ്ങി. ഓഡിറ്റോറിയത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കല്യാണ ആഘോഷങ്ങളൊക്കെ പെട്ടെന്ന് കൂടിയിട്ട് വരാൻ ഒരു കാരണമുണ്ട് കേട്ടോ. നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ നടന്നതിൽ ഒരാൾ ഷോൺകുട്ടനും കൂടെയാണ്. ചേച്ചിയുടെ മോനാണ് ഷോൺകുട്ടൻ. അപ്പോൾ അവൻ ഇറങ്ങുന്ന ചടങ്ങ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടപ്പാച്ചിൽ. ഷോൺകുട്ടൻ പള്ളിയിൽ പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടുകാരും കുടുംബ യൂണിറ്റിലെ അംഗങ്ങളും എല്ലാം ചേർന്ന് ഷോൺകുട്ടനെ പള്ളിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണിത്. ഷോൺകുട്ടൻ പള്ളിയിലേക്ക് പോയതിനു ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ രാത്രിയായി കേട്ടോ. എങ്കിലും ആ രാത്രിയിലെ കാഴ്ചകൾ കാണാൻ വളരെ രസമാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നൊരു പെരുന്നാളല്ലേ ഇത്. ഇതെവിടെയാണെങ്കിലും ഞങ്ങളവിടെ എത്തും. ഈ പെരുന്നാൾ മിസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് സന്തോഷമുള്ളൊരു ദിവസവും ഒരുപാട് ഓർമ്മകളുള്ളൊരു നാടുമാണിത്. പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഇപ്പോൾ പ്രദക്ഷിണം ഇറങ്ങും. പ്രദക്ഷിണം ഇറങ്ങുന്നതിന് മുൻപ് പള്ളിയിലെത്താൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയിലെത്തി കുറച്ച് സമയം പള്ളിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ പ്രദക്ഷിണം ഇറങ്ങി. പിന്നെ ആ പ്രദക്ഷിണത്തോടൊപ്പം ചേർന്ന് ഞങ്ങളും നടക്കാൻ ആരംഭിച്ചു. ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ പ്രദക്ഷിണം തുടങ്ങാറായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രദക്ഷിണത്തോടൊപ്പം ഞങ്ങളും നടക്കാൻ തുടങ്ങി. ഈ ഒട്ടകങ്ങളും രാജാക്കന്മാരുമെല്ലാം പ്രദക്ഷിണത്തിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഇന്നത്തെ പെരുന്നാൾ ഉണ്ണീശോയുടെയാണ്. ഇതാണ് നമ്മുടെ ഉണ്ണീശോ. ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ഒരു ഉണ്ണീശോയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് അമ്മമാർ ഉണ്ണീശോയുടെ അടുത്തൊന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്കൊക്കെ തന്നെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ പെരുന്നാൾ ഇത്രയും പ്രത്യേകതയുള്ളതും ഇത്രയും ജനത്തിരക്കുള്ളതും. ഈ വരുന്നത് അടുത്ത വർഷത്തെ പ്രസിദ്ധിമാരായിട്ടുള്ള ആൾക്കാരായിട്ടോ. അതേ നമ്മുടെ ഷോൺകുട്ടനും ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. ഈ പോകുന്ന പ്രസിദ്ധിമാരുടെ തൊട്ട് പിന്നാലെ മുത്തിക്കുടയുമായി ഒരുപാട് പേര് പോകുന്നുണ്ട്. മുത്തിക്കുടയുമായി പോകുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും നേർച്ചയായിട്ടാകട്ടോ മുത്തിക്കുട എടുക്കുന്നത്. അവരുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മുത്തിക്കുട എടുക്കുന്നത്. ഈ പോകുന്ന കുടകളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്കും ഈ കുട വേണമെന്നും പറഞ്ഞ്. അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഈ പോകുന്ന ബാൻഡ് സെറ്റ് നമ്മുടെ സ്കൂൾ ബാൻഡിൻ്റെ കേട്ടോ. എല്ലാ ആഘോഷങ്ങൾക്കും നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഒരുപാട് നേരം നടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കാല് കഴിച്ചിട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾ മാറി നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പോകുന്നത് ഇപ്രാവശ്യം പെരുന്നാൾ നടന്ന പ്രസിദ്ധിമാരാ കേട്ടോ. അങ്ങനെ പള്ളിയിലെ ആഘോഷങ്ങളും വെടിക്കെട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി പോകുന്ന വീട്ടിലേക്കല്ല കേട്ടോ, മാരാരി ബീച്ച് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാ കേട്ടോ അതിൻ്റെ എൻട്രൻസ്. ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നത് നമ്മുടെ കടുവ സിനിമയിലെ പാലാപ്പള്ളി പാട്ട് പാടിയിരുന്ന അതുൽ നർഗരയും സംഘവുമായിരുന്നു.
ഞങ്ങൾ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞെത്തിയപ്പോൾ കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ ബാക്കിലായിപ്പോയി. പരിപാടിയെല്ലാം ഒരുപാട് വ്യക്തമായൊന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. എങ്കിലും കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയായിട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. എല്ലാവരും ഫോണിൽ ഫ്ലാഷൊക്കെ ഓണാക്കി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.